ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ നല്ലൊരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി നോക്കിയാലോ. നോമ്പ് തുറക്കുന്ന സമയം ഇതിൻ്റെ മൊഞ്ചി കണ്ടാൽ തന്നെ നമ്മൾ കഴിച്ചു പോകും കേട്ടോ. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതാ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെളുത്തുള്ളിയും എരിവിൻ്റെ ആവശ്യത്തിന് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ അതൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ടിപ്പോൾ ഇതിലേക്ക് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തെടുത്താണ്. സ്ക്വയറിൽ കട്ട് ചെയ്യൂലേ, ക്യൂബ് അങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ്. ഭയങ്കര കുഞ്ഞായിട്ടൊന്നുമല്ല, അങ്ങനെ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഉള്ളിയും ക്യാപ്സിക്കവും കൂടി എടുത്ത് കൊടുക്കുക. ഉള്ളി എടുത്തതിൻ്റെ നേർപകുതിയോളം ഒരു ചെറിയ ക്യാപ്സിക്കം എടുത്തിട്ട് തക്കാളി നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതൊക്കെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം, ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞ് പോവണ്ട. ഇനിയിപ്പോൾ ഇത് ഒന്ന് വന്നപ്പോൾ ഞാനിതിലേക്ക് 1.5 ടീസ്പൂണോളം സോയാ സോസില്ലേ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സോയാ സോസിൽ ഉപ്പുണ്ട്, അപ്പോൾ ഇത് ഒഴിച്ചതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഒരു 1.5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പില്ലേ അത് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചില്ലി സോസില്ലേ അതെടുത്താലും മതി. എന്നിട്ട് ഇത് രണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇല്ലേ, ചെറുതായിട്ട് കട്ടിയ ചിക്കൻ അതും കൂടി ഇട്ടിട്ടുണ്ട്. ഈ ക്ലിപ്പ് മിസ്സായി പോയതാണ് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇല്ലേ അത് ലാസ്റ്റ് ഇട്ട് കൊടുക്കുക. ഉപ്പോ എരിവോ എന്തെങ്കിലും വേണമെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മസാല കേട്ടോ. ഒരുപാട് സമയമൊന്നുമില്ല, വേഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതാ നമുക്ക് കുറച്ച് ബ്രെഡ് വേണം. ഞാനിപ്പോൾ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഭയങ്കര വലിപ്പമുള്ള ബ്രെഡല്ല, സാൻഡ്വിച്ചിനൊക്കെ കുറച്ച് വലിപ്പമുള്ള ബ്രെഡ് ഉണ്ടാവില്ല. ഇതിപ്പോൾ ഒരു ചെറിയ ബ്രെഡാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് സ്റ്റീമർ ഇട്ടിട്ട് സ്റ്റീം ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റ് അത്രയും മതി കേട്ടോ. എന്നിട്ട് ഇത് സ്റ്റീം ചെയ്താൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഉണ്ടാകുക. അപ്പോൾ നല്ലോണം നമുക്കിത് പരത്തി എടുക്കാൻ പറ്റും. ഞാനിതൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു ബ്രെഡ് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് എടുത്തിട്ട് ഇതേപോലെ ഒരു കുഞ്ഞ് പോക്കറ്റ് ഇല്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പോക്കറ്റാണ് കേട്ടോ. ഇത് കണ്ടാൽ എന്താ പറയുക, നമുക്കിത് സ്നാക്സ് ഉണ്ടാക്കി വെച്ചാൽ കുട്ടികൾക്കെല്ലാം ഇത് എന്താണെന്നുള്ളൊരു മട്ടിൽ കഴിച്ചു പോകും കേട്ടോ. അത്രയും അടിപൊളിയാട്ടോ. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവില്ല, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞ് പോക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആവി കയറ്റിയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അവിടെ ഒട്ടി നിൽക്കും. അഥവാ ഒട്ടിയിട്ടില്ലെങ്കിൽ കുറച്ച് മൈദൻ്റെ പേസ്റ്റ് ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് ഇല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു ടീസ്പൂൺ, ചെറിയ സ്പൂണില്ലേ അത്രയും മതി. കുഞ്ഞായിട്ടുള്ള പോക്കറ്റില്ലേ അപ്പോൾ അത്രയും മതിയാകും. അപ്പോൾ ഇതാ മുഴുവനായിട്ട് നമുക്ക് അങ്ങനെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം. മുഴുവനായിട്ട് ഞാനങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. വെച്ചിട്ട് തന്നെ നല്ല രസമുണ്ട് കാണാൻ. ജസ്റ്റ് ഒരു പൂക്കളൊക്കെ ഇട്ട മാതിരി ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് വേണം. അതല്ലേ സ്ലൈസഡ് ചീസില്ലേ അതെടുത്താലും മതി. നിങ്ങളുടെ കൈമേൽ ഏതാണോ ഉള്ളത് അതെടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ട് ഇതിൽ വെച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. കൈ വെച്ചിട്ട് ഇടാൻ നമ്മുടെ സൗകര്യം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ചീസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടോടെ സെർവ് ചെയ്യേണ്ട സ്നാക്സ് ആണ് കേട്ടോ. ചൂടോടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. ചൂട് തണിഞ്ഞാൽ അത്രക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. എന്തായാലും ചൂടോടെ തന്നെ സെർവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ചീസ് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ചീസൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു പാനിലാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ ഓവനിലാണ്, അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സ് ആട്ടോ. എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ഓക്കെ, ബൈ.